നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും പ്രതിരോധ രംഗത്ത് പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കാനുമായി വൻ ദീർഘകാല പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വ്യോമയാന മേഖലയിലെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ HAL. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 1000 സൈനിക ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 3 മുതൽ 15 ടൺ വരെ ഭാരമുള്ള അത്യാധുനിക ഹെലികോപ്റ്ററുകളാണ് ഈ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന് വൻ കുതിപ്പേകുന്നതാണ് HALന്റെ ഈ നീക്കം. പ്രതിരോധ മേഖലയിലെ ആഭ്യന്തര ഉൽപ്പാദനം ശക്തമാക്കുന്നതിനൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാനും ഇത് സഹായിക്കും. 20 വർഷത്തെ ഈ കാലയളവിൽ ഏകദേശം 4 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള ബിസിനസ് രാജ്യത്ത് സൃഷ്ടിക്കാൻ ഈ ബൃഹത്തായ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഇതിനകം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണയും ഗണ്യമായ ഓർഡറുകളും HALന് ലഭിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ ആകാശ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ നിർമ്മാണ പദ്ധതിയിലൊന്നായി ഇത് മാറും. ഇന്ത്യയുടെ ഹെലികോപ്റ്റർ വ്യൂഹത്തിന്റെ പ്രധാന അടിത്തറ നിലവിൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ധ്രുവാണ്. കരസേനയ്ക്ക് വേണ്ടി മാത്രം 100-ലധികം ധ്രുവ് ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നാവികസേനയ്ക്കായി ഇതിന്റെ പ്രത്യേകം പതിപ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് മറ്റ് ചില മോഡലുകൾ നിർമ്മിക്കുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ആയുധങ്ങൾ ഘടിപ്പിച്ച രുദ്ര, യുദ്ധ ആവശ്യങ്ങൾക്കായി മാത്രം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രൊജക്ട് എന്നിവയാണവ. ഭാവിയിൽ ഇരട്ട എഞ്ചിനുകളുള്ള വലിയ ഹെലികോപ്റ്ററുകളായ ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്ററും ഡെക്ക് ബേസ്ഡ് മൾട്ടി റോൾ ഹെലികോപ്റ്ററും നിർമ്മിക്കാൻ HAL പദ്ധതിയിടുന്നുണ്ട്. കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ വലിയ മോഡലുകൾ മുൻപ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ റഷ്യൻ Mi-17 ശ്രേണിയിലുള്ള പഴയ ഹെലികോപ്റ്ററുകൾക്ക് പകരമായി ഉപയോഗിക്കാം. ഇടത്തരം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ അത്യാധുനിക മോഡലുകൾ രാജ്യത്തിന്റെ ഭാവി പ്രതിരോധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. പഴയ വിദേശ ഹെലികോപ്റ്ററുകൾ പൂർണ്ണമായി ഒഴിവാക്കി തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക മോഡലുകൾ വിന്യസിക്കുന്നതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗതയും കരുത്തും കൈവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 1000 പുതിയ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടുന്ന ഈ വലിയ വിപുലീകരണം കൈകാര്യം ചെയ്യുന്നതിനായി HAL കൂടുതൽ വലിയ ഫാക്ടറികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കർണാടകയിലെ തുംകൂറുവിൽ 615 ഏക്കറിൽ പരന്നു കിടക്കുന്ന പുതിയ വലിയ ഹെലികോപ്റ്റർ ഫാക്ടറിയാണ്. 2023 തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള ഈ ഫാക്ടറിയിൽ തുടക്കത്തിൽ പ്രതിവർഷം 30 ഹെലികോപ്റ്ററുകൾ വീതമായിരിക്കും നിർമ്മിക്കുക. കാലക്രമേണ ഇതിന്റെ ഉൽപ്പാദനം വർഷത്തിൽ 60 ഹെലികോപ്റ്ററുകളായി ഉയർത്തുകയും ഒടുവിൽ ഓരോ വർഷവും 90 ഹെലികോപ്റ്ററുകൾ വരെ നിർമ്മിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റുകയും ചെയ്യും. കൂടുതൽ വലിപ്പമുള്ള ഈ ഫാക്ടറി സൈന്യത്തിന് ആവശ്യമായ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, LCH പ്രൊജക്ട്, ഇനി വരാനിരിക്കുന്ന IMRH ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ ലഭ്യതയും ഇവിടെ നിന്ന് ഉറപ്പാക്കും. ഇന്ത്യയുടെ അഭിമാനമായ ALH ധ്രുവ് ഹെലികോപ്റ്ററുകൾ ഇതിനകം തന്നെ രാജ്യത്തെ വിവിധ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഹിമാലയത്തിലെ അതിശൈത്യവും ഉയർന്നതുമായ പ്രദേശങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക ദൗത്യങ്ങൾ മുതൽ സമുദ്ര അതിർത്തികളിലെ വിപുലമായ തീരദേശ നിരീക്ഷണം വരെയുള്ള എല്ലാ മേഖലകളിലും ധ്രുവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത ചൂടിലും തണുപ്പിലും ഉയർന്ന പ്രദേശങ്ങളിലും പറക്കാൻ തക്കവണ്ണമാണ് LCH പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുദ്ധരംഗത്ത് ഇത് വളരെ മികച്ചതായതുകൊണ്ട് തന്നെ 156 പ്രൊജക്ട് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ കൂടി വാങ്ങാനും സൈന്യം പദ്ധതി ഇടുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തി കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇവ കരസേനയും വ്യോമസേനയും തമ്മിൽ പങ്കുവെക്കും. ഇതേ മികച്ച സാങ്കേതിക മികവോടെയും കൃത്യതയോടെയും പുതിയ തലമുറ ഹെലികോപ്റ്ററുകൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ സേനയുടെ വ്യോമ പ്രതിരോധ ശേഷി അടിമുടി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാവി പ്രതിരോധ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ലോകോത്തര സാങ്കേതിക വിദ്യ ഉറപ്പാക്കാൻ ഫ്രാൻസിലെ പ്രമുഖ വ്യോമയാന കമ്പനിയായ സഫ്രാൻ ഗ്രൂപ്പുമായി കൈകോർക്കുകയാണ് HAL. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന IMRH ഹെലികോപ്റ്റർ വ്യൂഹത്തിനായിട്ടുള്ള ശക്തിയേറിയ ആരവല്ലി എഞ്ചിൻ ഇരു കമ്പനികളും സംയുക്തമായിട്ടാണ് വികസിപ്പിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള 300-ലധികം വരുന്ന പഴയ റഷ്യൻ നിർമ്മിത ഇടത്തരം ഹെലികോപ്റ്ററുകൾ ഉടൻ തന്നെ മാറ്റേണ്ടതുണ്ട്. ഇവയ്ക്ക് പകരമുള്ള പുതിയ ഹെലികോപ്റ്ററുകൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭീമമായ ഇറക്കുമതി ചെലവ് വലിയ തോതിൽ കുറയ്ക്കാനും സാധിക്കും. ഇത് സേനയെ ഏത് അടിയന്തര വെല്ലുവിളികൾ നേരിടാൻ സജ്ജമാക്കുന്നതിന് ഒപ്പം തന്നെ രാജ്യത്തെ ആഭ്യന്തര വിതരണ ശൃംഖലയിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അടുത്ത 20 വർഷത്തിനുള്ളിൽ HAL ഇന്ത്യയെ ഹെലികോപ്റ്റർ നിർമ്മാണത്തിന്റെ ആഗോള ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വൻ വ്യവസായ മുന്നേറ്റം ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്ത പ്രതിരോധ മേഖലയുടെ പ്രധാന ചാലകശക്തിയായി HALനെ മാറ്റുകയും ചെയ്യും.